അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന് സമയം പോയത് അവരറിഞ്ഞില്ല. പെട്ടെന്നാണ് ഒരു വിളി. കുഞ്ഞെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ആ, ഞങ്ങൾ വരാം, നിങ്ങൾ പൊയ്ക്കോളൂ. മീനുവിൻ്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു അത്. വാ, നീ ഒരുപാടൊന്നും ആലോചിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റും. വാ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാം. ജയ്യോട് ഒരാശ്വാസം പോലെ മീനു പറഞ്ഞു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. തീന്മേശയിലെ വിഭവങ്ങൾ കണ്ട് ജയ്യും വീട്ടുകാരും ഒന്ന് നെട്ടി. അത്രയും ആർഭാടകരമായ ഭക്ഷണ വിഭവങ്ങൾ. തങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രത്തോളം വിഭവങ്ങൾ കണ്ടിട്ടില്ല എന്ന് ജയ്ക്കും വീട്ടുകാർക്കും തോന്നി. അതിനു മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരല്പം ഭയം തോന്നി. ആ, നിങ്ങളെന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, ഇരിക്കുക. ആ, ഇരിക്കാം, ജയ്യുടെ കുടുംബത്തോടായി വല്യേട്ടൻ പറഞ്ഞു. ഭക്ഷണത്തിലെ വിശാലത കണ്ട് ജയ്യൊന്ന് അത്ഭുതപ്പെട്ടു. ഇവർ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ? ഇത്രയും വിഭവങ്ങൾ കൊണ്ടാണോ ഭക്ഷണം കഴിക്കുക? ജയ്യുടെ മനസ്സിൽ അതായിരുന്നു ആ ചോദ്യം. ജയ്യുടെ ആ ചോദ്യത്തിൽ ഉത്തരം എന്ന പോലെ അമ്മ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ കല്യാണമല്ലേ, അതുകൊണ്ടാണ് ഇത്രയും വിഭവങ്ങൾ ഒരുക്കിയത്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇവളുടെ വിവാഹം വളരെ ആർഭാടമായിട്ട്, കെങ്കേയമായിട്ട്, ഗംഭീരമായിട്ടുള്ള സദ്യയൊക്കെ ആയിട്ട് കഴിക്കണമെന്ന്. അതിപ്പോൾ രഹസ്യമായിട്ട് പോയതുകൊണ്ട് ഒന്നും സാധിച്ചില്ലല്ലോ. പിന്നെ ഭക്ഷണം ഒരുക്കാൻ എന്നേ പറ്റുള്ളൂ. നിങ്ങൾ ഇതൊക്കെ കഴിക്കില്ലേ? അമ്മ ജയ്യോടും കുടുംബത്തോടായിട്ട് ചോദിച്ചു. അയ്യോ, ഞങ്ങൾ ഇത്രയും വിഭവങ്ങൾ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അതിന് മറുപടി പറഞ്ഞത് ജയ്യുടെ പപ്പയായിരുന്നു. കഴിക്ക്. എല്ലാവരും കഴിക്കാനിരുന്നു. ആരുടെ മുഖത്തും പ്രത്യേകിച്ച് ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. അധികം സന്തോഷമോ എന്നാൽ സങ്കടമോ നിറഞ്ഞു നിന്ന ഒരു തീന്മേശ. അധികം സംസാരമൊന്നുമില്ലാതെ കടന്നു പോകുന്നതിനിടയിൽ വല്യേട്ടൻ തന്നെ സംസാരിച്ചു തുടങ്ങി. അല്ല, വിവാഹം ധൃതി പിടിച്ചായതുകൊണ്ട് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. ജയ് ഏതുവരെ പഠിച്ചു? വല്യേട്ടൻ ജയ്യോടായി ചോദിച്ചു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, ജയ് മറുപടി പറഞ്ഞു. പിന്നീട് സംസാരിച്ചത് ജയ്യുടെ പപ്പയായിരുന്നു. പഠിക്കാൻ അവൻ ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അത്ര അനുവദിച്ചില്ല. അത് കാരണം അവനെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ഞാനൊരു പ്രവാസിയായിരുന്നേ. അത്യാവശ്യം കുടുംബത്തിന് വേണ്ടി കുറച്ചൊക്കെ കരുതി വയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിരുന്നു. പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണവും നല്ലൊരു വീടും നാട്ടിൽ കുറച്ച് സ്ഥലവും, അങ്ങനെ എൻ്റെ പ്രവാസ ജീവിതം കൊണ്ട് കുറച്ചൊക്കെ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ കർത്താവിനെന്തോ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം എനിക്കൊരു അപകടം ഉണ്ടായി. ആ അപകടത്തിൽ എല്ലാം വിറ്റുപറക്കേണ്ടി വന്നു എൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനെപ്പോഴും ഇവരോട് പറയായിരുന്നു, എൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വിറ്റു പറക്കുന്നതിന് പകരം എന്നെ അങ്ങ് വിട്ടിട്ട് അതുകൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് ജീവിക്കാമായിരുന്നു എന്ന്. പപ്പ എന്തൊക്കെയാണ് പറയുന്നത്? ഭക്ഷണം കഴിക്കാനിരുന്നിട്ട്. പപ്പയുടെ വാക്കുകൾ അവസാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജയ് ഇടയ്ക്ക് കയറിയെന്ന് സംസാരിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ മോന് അന്ന് മുതൽ തുടങ്ങിയ ഓട്ട. പപ്പയുണ്ടാക്കിയതൊക്കെ പപ്പയുടെ ജീവന് വേണ്ടി വിറ്റ് തുലച്ചപ്പോൾ പിന്നീട് കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുക, പെങ്ങന്മാരെ കെട്ടിച്ചയക്കുക, എൻ്റെ ചികിത്സ, ഇതൊക്കെ ഇവൻ്റെ തലയിലാണ് വന്നത്. അത് കാരണം ഇവൻ ഇന്ന് വരെ ചെയ്യാത്ത പണികളൊന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കണം എന്ന് മാത്രമേ ഇവൻ്റെ മനസ്സിലുള്ളൂ. അത് കാരണം ഇപ്പം പെങ്ങന്മാരൊക്കെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചു. പക്ഷേ ഇവൻ്റെ ജീവിതം ഇവൻ ഓർത്തില്ല.
അതാ ഇങ്ങനെയൊക്കെ ആയത്. പപ്പ വീണ്ടും പറഞ്ഞു നിർത്തി. പപ്പയുടെ വാക്കുകൾ ആ വീട്ടിലുള്ള എല്ലാവരുടെ മനസ്സിലും ഒരല്പം വേദനയുണ്ടാക്കി. വലിയേട്ടൻ ജയ്യെ ഒന്ന് നോക്കി. താൻ നൽകിയ 10 കോടിയുടെ ഓഫർ നിരസിച്ച അവൻ്റെ മുഖം വലിയേട്ടൻ വീണ്ടും ഒന്ന് നോക്കി. സമ്പത്തിന് ഇത്രയും ആവശ്യമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് താൻ അവനത് നിരസിച്ചു എന്നായിരുന്നു വലിയേട്ടൻ്റെ ചിന്ത. അതിനർത്ഥം തൻ്റെ പെങ്ങളെ ഇവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ആ, എല്ലാം ഇപ്പം കഴിഞ്ഞില്ലേ? അമ്മയായിരുന്നു ആ ചോദിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട മോനെ. മോൻ ഈ വീട്ടിലെ കുട്ടിയല്ലേ, ഇവിടെയുള്ളവരുടെ എല്ലാം മോനുള്ളതല്ലേ. മീനുവിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ജയ് ഒന്ന് തലയുയർത്തി. അയ്യോ, ഞാൻ നല്ല രീതിയിൽ സമ്പാദിച്ച് ജീവിച്ചു പോകുന്നുണ്ടമ്മേ, എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും വേണ്ട. പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ ജയ് പറഞ്ഞ ആ മറുപടി പൊട്ടത്തരമായോ എന്ന് മീനുവിനോടുള്ള ഒരു ചോദ്യം ജയ് ചോദിച്ചു. കണ്ണുകൾ കൊണ്ടുള്ള അവരുടെ ചോദ്യം പറച്ചിൽ അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയായിരുന്നു. അത് മറ്റൊരാളുടെ സമ്പത്ത് കണ്ട് നമ്മൾ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വലിയേട്ടനായിരുന്നു അത് മറുപടിയായി പറഞ്ഞത്. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ പെങ്ങളുടെ സന്തോഷം, അത് മാത്രമേ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അത് നൽകാൻ നിന്നെക്കൊണ്ട് സാധിക്കണം. വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. അതിന് എന്ത് മറുപടി പറയണമെന്ന് ജയ്ക്ക് മനസ്സിലായില്ല. കാരണം 1 വർഷം കൊണ്ട് പിരിയാമെന്ന് തീരുമാനിച്ചാണ് തങ്ങൾ ഈ വിവാഹത്തിനൊരുങ്ങിയത്. യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്നും അവർക്കുറപ്പുണ്ട്. പിന്നെ ഇവളുടെ സന്തോഷത്തിന് താനെങ്ങനെ കാരണക്കാരിയാവും? അങ്ങനെ 1000 ചിന്തകളായിരുന്നു ആ സമയത്ത് ജയ്യുടെ മനസ്സിൽ വന്നത്. അതിന് മറുപടി പറയാതെ ജയ് വീണ്ടും മീനുവിനെ ഒന്ന് നോക്കി. എൻ്റെ ഏട്ടാ, ഇവൻ ഭയങ്കര പാവാണ്, ഏട്ടനത് ഇവരെ മനസ്സിലായില്ലേ? ജയ്ക്ക് പറയാൻ മറുപടി ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് മീനു സംസാരിച്ചു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കഴിക്കുക. ഭക്ഷണങ്ങൾ ഓരോന്നായി വിളമ്പിക്കൊടുത്തുകൊണ്ട് മീനുവിൻ്റെ അമ്മയും ഒപ്പം നിന്നു. മോൻ നന്നായിട്ട് കഴിക്കണം കേട്ടോ. മരുമകനോടുള്ള വല്ലാത്ത സ്നേഹം ആ വാക്കുകളിലുണ്ടെന്ന് ജയ്ക്ക് തോന്നി. താൻ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. ഇവർ പണക്കാരായതുകൊണ്ട് തന്നെ അപമാനിക്കുമോ, തൻ്റെ വീട്ടുകാരെ അപമാനിക്കുമോ എന്നൊരു പേടി ജയ്യുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. തന്നോടും തൻ്റെ വീട്ടുകാരോടും വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഇവർ പെരുമാറുന്നത്. ഇനി 1 വർഷം അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടണം. അതിനു മുമ്പ് ഈ ആദ്യ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അതിനുള്ള വഴി എന്താണ്? അതായിരുന്നു അപ്പോഴും മീനുവിൻ്റെയും ജയ്യുടെയും മനസ്സിൽ. പിന്നെ ചോദിക്കാൻ മറന്നു, മോന് രാത്രി എന്താ ഭക്ഷണമായിട്ട് വേണ്ടത്? രാത്രി എന്താ കഴിക്കുന്ന ശീലമുണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കായിരുന്നു. അമ്മ ചോദിച്ചു. അയ്യോ, എനിക്ക് അങ്ങനെ ഇന്ന വേണം എന്ന് നിർബന്ധമൊന്നുമില്ലമ്മ, അമ്മയോടായി ജയ് മറുപടി പറഞ്ഞു. പിന്നീട് സംസാരിച്ചത് ജയ്യുടെ അമ്മയായിരുന്നു. അവന് ഇഷ്ടങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. അവനെപ്പോഴും അവനേക്കാളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്. അവൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്കാണ്. അവന് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവൻ ജീവിക്കുന്നതിനെ ഞങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവനാദ്യമായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാതിരുന്നത്. ജയ്യുടെ വീട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് ജയ് തങ്ങൾ കരുതിയ പോലൊരു വ്യക്തിയല്ല എന്ന് ഏട്ടന്മാർക്ക് മനസ്സിലായി. മീനു എന്തുകൊണ്ടാണ് ജയ്യെ ഇഷ്ടപ്പെട്ടതെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ലെങ്കിലും ജയ് അത്യാവശ്യം നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ ആ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു.